ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കലാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ രാവിലെ നേരത്തെ എണീറ്റു, പക്ഷേ കിച്ചണിൽ വന്നിട്ട് മൊത്തം ബ്ലാങ്ക് ആയിട്ടിരിക്കുകയായിരുന്നു. കാരണം ഒന്നൊരു പിടുത്തമില്ല എന്നിട്ട് ഉണ്ടാക്കണ്ടേന്ന്. ഞാൻ തലേദിവസം പ്ലാൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞില്ലേ, പക്ഷേ ഇപ്പോൾ കുറച്ച് ഒരു 1 വീക്കൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കിച്ചണിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എൻ്റെ ഒരു ടാബ് പോലത്തെ ഒരു സംഭവം ഇരിക്കുന്നുണ്ട്, നോട്ട് പാഡ് പോലെ. കുട്ടികൾ അവർക്ക് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് വന്ന് ഇപ്പോൾ അതിലേക്ക് രാത്രിയാകുമ്പോൾ എഴുതി വയ്ക്കും, ഇങ്ങനെ നെക്സ്റ്റ് ഡേ കുട്ടികൾക്ക് കൊടുത്തയക്കാൻ ഇന്നതാണെന്നുള്ളത്, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കാം. അപ്പോൾ പിറ്റേ ദിവസം വന്ന് നമുക്കത് ഓർമ്മയുണ്ടാവും, അതങ്ങനെ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ എഴുതി വയ്ക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും ഞാൻ ഇതുപോലെ ചിലപ്പോൾ രാത്രി ഇങ്ങനെ ഓക്കെ നാളെ ഇത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കിടന്നുറങ്ങും. ഉറങ്ങി പിന്നെ നെക്സ്റ്റ് ഡേ ഓർക്കപ്പിച്ചിലാവും എനിക്ക് വരുന്നത്. എന്നിട്ട് പിന്നെ ഉണ്ടാക്കേണ്ടത് വേറെ എന്തെങ്കിലും ആവും. പിന്നെ ഞാൻ ആലോചിക്കും, അല്ല ഞാൻ ഇന്ന് അതല്ലല്ലോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു ഇന്നലെ രാത്രി കിടക്കുമ്പോൾ എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരിത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇത് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി നോട്ട് ചെയ്ത് വെച്ചില്ല എന്ന് വെച്ചാൽ ഒന്നും പ്ലാൻ ചെയ്തിട്ടുമില്ല. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ വീട്ടിലെ സാധനങ്ങൾ ഹസ്ബൻഡ് എന്നോട് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിട്ടുപോയി. അപ്പോൾ സാധനങ്ങളും വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഉള്ളതൊക്കെ എന്തൊക്കെയാണ് ഇരിക്കണതെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് കുട്ടികൾക്കുള്ളത് കൊടുത്തയക്കാൻ. അത് നോക്കി വെച്ചിട്ടുമില്ല. എന്നിട്ട് രാവിലെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ എണീറ്റ് വന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു എന്തുണ്ടാക്കുക. പിന്നെ വീട്ടിലിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ എടുത്ത് അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് മൊത്തത്തിൽ നോക്കി ഓക്കെ ഇതൊക്കെ ഉണ്ടാക്കാമെന്ന് അപ്പം അങ്ങോട്ട്. എന്നിട്ട് പിന്നെ ആകെ മൊത്തം തിരക്ക് ബഹളമായിട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ടുള്ളത് പറ്റിയതാണ് പോഹ, അത് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ പുളിയോഗര, അതുപോലെ തന്നെ ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സൂചി പോഹ ബൈറ്റ്സ്. അപ്പോൾ അത് നമ്മൾ മാവ് കട്ടിക്ക് കുഴച്ചുണ്ടാക്കുന്നില്ല, ഇത് ദോശമാവ് പോലെ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ, പക്ഷെ ഒന്ന് വറുത്തൊക്കെ ഇടുന്നുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ഉള്ളൊരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് 3ഉം കൊടുത്തയക്കുമ്പോഴും ഉള്ളിൽ ഡൗട്ടുണ്ട്, ഇത് 3ഉം കഴിക്കും. ഇതിന് മുമ്പ് ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടില്ല. പോഹയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ അവരുള്ളപ്പോൾ, അതായത് ഞാൻ സാറ്റർഡേ സൺഡേ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാറ്. അതുപോലെ പുളിയോഗര മോനെ ഇഷ്ടമാണ്, പക്ഷെ മോൾക്ക് അതിൻ്റെ കളറേ ഇഷ്ടമല്ല, അത് തൊട്ട് നോക്കില്ല സാധനം. അപ്പോൾ അതൊക്കെ കൂടി ഡൗട്ടാണ്. പിന്നെ ഉള്ളിൽ അങ്ങനെ ഹസ്ബൻഡും പറയും അത് കൊടുത്തയക്കും, ഈ കുറേ ഇതൊന്നും 2-3 ഇതായിട്ടൊന്നും കൊടുത്തയക്കണ്ട, ഏതെങ്കിലും ഒരു ബ്രേക്കിന് വേണ്ടി കൊടുത്തയക്കി. എന്നിട്ട് അവർ എന്തായാലും അവിടെ ചെല്ലുമ്പോൾ ഫ്രണ്ട്സൊക്കെ കഴിക്കുമ്പോൾ ആ സമയത്ത് വിശക്കുമ്പോൾ കഴിച്ചോളും പറയും. പക്ഷേ എനിക്ക് എപ്പോഴും ഒരു ടെൻഷൻ, ഇവർ കഴിച്ചില്ലെങ്കിൽ അത്രയും നേരം പട്ടിണി ഇരിക്കണ്ടേ എന്നൊക്കെയുള്ളൊരു ഇതാണ് എനിക്ക്. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ 3 തരത്തിലുള്ളത് ഉണ്ടാക്കി കൊടുത്തയച്ചു, ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇഡ്ഡലി ഒരു മാവ് പോലെ സംഭവം ഉണ്ടാക്കിയിട്ട് അതിനുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കിയതാണ് കേട്ടോ, തക്കാളി ഉള്ളിയും ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതാണ് അതിലേക്ക് വറുത്തിടാനുള്ളത്. ഞാൻ ആദ്യം ഈ പോഹ, അതായത് അവലും സൂചിയും റവയുണ്ടല്ലോ അതും കൂടി തൈരും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുതിരാൻ വെച്ചിട്ട് അതൊന്ന് അരച്ചെടുത്ത് വെച്ചു. എന്നിട്ട് ഈ ഒരു വറവ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് അതിലേക്ക് ചേർക്കണം കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചിട്ടിട്ട് അതിൽ കുറച്ച് ഉഴുന്നും അതുപോലെ പരിപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി സവാള ചേർക്കുക, പച്ചമുളക് ചേർക്കുക, ഇഞ്ചി ചേർക്കുക, കറിവേപ്പില, പിന്നെ വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ഇത്തിരിയോളം ഉള്ള സോഡാപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി ലൂസാക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉള്ളിയും തക്കാളിയും വെറുതെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ടുള്ള പിന്നെ മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തി അതിന് കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ അതും അങ്ങനെ അരച്ചെടുത്ത് വെച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്ക് ഈ പുളിയോഗര ഉണ്ടാക്കാനല്ലോ, അതിന് വേണ്ടി ഞാൻ കുറച്ച് ഫസ്റ്റ് തന്നെ അരി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ജീര റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒരു അരമണിക്കൂറോളം കുതിരാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനുള്ള വെള്ളം വെച്ച് അത് നന്നായി തിളച്ച് വന്നപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് ഈ അരി അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ, കുതിർത്ത് വെച്ചത്. അപ്പോൾ അത് ഈ അടപ്പത്തുനിന്ന് മാറ്റി അതിലേക്ക് വെച്ചു. അവിടെ ഇരുന്ന് പതുക്കെ വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറെ ഈ പോഹ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പോഹ ഒന്നുമില്ല, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് പൊട്ടിച്ച് അതിലേക്ക് പിന്നെ നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. എന്താ പറയുക, ഉണക്കമുളക്, പിന്നെ ഉലുവില്ല, ഉഴുന്ന്, പരിപ്പ്, അല്ലെങ്കിൽ ജീരകവും ചേർക്കാം. ഇതിൻ്റെ ഇടയിൽ മെയിനായിട്ട് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ എടുത്ത് വെച്ചൊരു സംഭവം ചേർത്തില്ല, എന്നിട്ട് കപ്പലണ്ടി. എന്നിട്ട് പിന്നെ പച്ചമുളക്, ഇഞ്ചി, അതുപോലെ സവാള അരിഞ്ഞതൊക്കെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അത് നന്നായിട്ട് വഴറ്റിയിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കായത്തിൻ്റെ പൗഡർ,
പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പോഹ, എന്നിട്ട് കുതിർത്ത് വെള്ളമൊക്കെ വാർന്നു പോയിട്ടുള്ള പോഹയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അത് കുതിർത്ത് വെച്ച് വെള്ളം വരാനായിട്ട് വെച്ച് കുറേ നേരം അത് അവിടെ ഇരുന്ന് ഡ്രൈ ആയിപ്പോയി. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അവസാനം കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് റെഡി. അപ്പോൾ അതെന്തായാലും എനിക്ക് ഉറപ്പ് എൻ്റെ മക്കൾ കഴിക്കും എന്നുള്ളത്. രണ്ടുപേരും ഇഷ്ടമുള്ള സംഭവമാണ്, അത് കഴിക്കും. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടാക്കണ കാരണം കൊണ്ട് അതിങ്ങനെ ചൂടൊന്നും ആറില്ലല്ലോ, അത് ചൂടോടെ കൂടി നമുക്ക് കഴിക്കാം. ഇതിപ്പം സ്കൂളിലെത്തിയിട്ട് എങ്ങനെ കഴിക്കുന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോഴേക്കും അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു പോഹ. പിന്നെ ഇത് നമുക്ക് ഇതില്ലേ പുളിയോഗര എനിക്ക് എന്താ പറ്റുക വെച്ചാൽ എല്ലാ പ്രാവശ്യം ഞാൻ വാങ്ങിക്കുന്നത് പൗഡർ ഫോമിലുള്ള മിക്സാണ്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ അത് അടുപ്പത്ത് ഇട്ടപ്പോഴാണ് അറിഞ്ഞത് നല്ല ഇങ്ങനെ മസാലയാക്കി റെഡിയാക്കി വന്നതായിരുന്നു. അത് വെറുതെ ഈ ചോറ് വേവിച്ചിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ മതിയായിരുന്നു. കടുക് പൊട്ടിച്ച് അങ്ങനെ ഇടേണ്ട ആവശ്യം ഉണ്ടായില്ല. എന്തായാലും അത് ഞാൻ റൈക്കി അത് അടുപ്പത്ത് വെച്ച് അതിൻ്റെ വെള്ളത്തിൽ ഉണ്ടായിരുന്നു, അത് വറ്റിച്ച് റെഡിയാക്കി എടുക്കണം കേട്ടോ. പിന്നെ ഞാനുണ്ടല്ലോ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു മാവ് ഉണ്ടാക്കിയില്ലേ ദോശമാവ് പോലെ, അത് ഈ വറുത്തിടുന്ന ചെറിയ പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് എടുത്ത് ഉണ്ടാക്കി ചെറിയ ഇങ്ങനെ ഒരു ഇഡ്ഡലി പരുവത്തിൽ അങ്ങനെ ഉണ്ടാക്കി വരേണ്ടതാണ്. പക്ഷെ അത് ഓരോന്നോരോന്ന് ഉണ്ടാക്കി വരുമ്പോൾ കുറേ സമയമാണ്. കാരണം ഞാൻ അത് ഇഡ്ഡലി തട്ട് കുഞ്ഞിത് എടുത്തിട്ട് അതിലേക്ക് കോരി ഒഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ചമ്മന്തിയും കൂട്ടി കുട്ടികൾക്ക് കൊടുത്തയച്ചു. അങ്ങനെ അവരെ വിട്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ അതിൻ്റെ ശരിക്കുള്ള രീതിയിൽ ഉണ്ടാക്കിയത്. എന്നിട്ട് അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ചായയൊക്കെ വയ്ക്കണം കേട്ടോ. അപ്പോൾ ചായ വയ്ക്കുമ്പോഴാണ് പാലില്ല എന്ന് ആലോചിച്ചത്. അപ്പം തന്നെ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, തൽക്കാലത്തേക്കുള്ള കുറച്ച് പച്ചക്കറി ഇത്. അപ്പോൾ ഞാൻ അതൊക്കെ വാങ്ങി, പാലും തൈരും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ അതിൻ്റെ കൂടെ വാങ്ങി. അങ്ങനെ അതൊക്കെ വേഗം ഒതുക്കി റെഡിയാക്കി വെച്ച് പാല് മാത്രം അതിൽ നിന്ന് എടുത്ത് ചായ വയ്ക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അപ്പോൾ അത് കൈയോടെ ഞാൻ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ എന്താണെന്ന് അറിയും, ഇങ്ങനെ ആ നെറ്റ് പോലത്തെ ഇതിൽ തന്നെ ഇട്ടേക്കുന്നുണ്ട്. അതിൽ ഓൾറെഡി തക്കാളി ഉണ്ട്, ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ആദ്യം വാങ്ങിയ തക്കാളി ഉള്ളിയൊക്കെ ചിലപ്പോൾ അവിടെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞതിന് ശേഷം എടുക്കാമെന്ന് വെച്ചിട്ട് ആ നെറ്റ് പോലത്തെ ഇതിൽ വെച്ച് അങ്ങനെ തന്നെ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചത് കേട്ടോ. മല്ലിയില ഞാൻ പിന്നെ കഴുകി എടുത്ത് സൗകര്യം പോലെ വെക്കാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ അതേ ജസ്റ്റ് ഇങ്ങനെ ആ തണ്ടുകളൊന്ന് കളഞ്ഞിട്ട് ഒരു ബോക്സിലാക്കി അങ്ങനെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് നേന്ത്രപ്പഴവും ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് പിന്നെ ഞാൻ കുറച്ച് ലേസൊക്കെ വാങ്ങിയൊക്കെ നിങ്ങൾ കാണും. കുട്ടികൾക്ക് കഴിക്കാൻ അല്ല ശരിക്കും വാങ്ങിയത്, ഇത് എനിക്കൊരു സംഭവം ഉണ്ടാക്കണം ഇത് വെച്ചിട്ട് അതിന് വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ഇത് മോൾ കുറച്ച് ദിവസമായി ചോദിക്കുന്നത് BTS ഓറിയോ വാങ്ങിക്കണമെന്ന്. ചുമ്മാ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഒന്നുമില്ല, BTSൻ്റെ കുറച്ച് BTS എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു സിമ്പിൾ സംഭവമുണ്ട്, പിന്നെ എന്തൊക്കെയോ ഓരോരോ ബിസ്ക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. അല്ലാണ്ട് പ്രത്യേകിച്ച് കളറിലൊരു വ്യത്യാസമില്ല, പാക്കിങ് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അങ്ങനെ അതും വാങ്ങി. പിന്നെ ആ ചായ വയ്ക്കൽ തുടരുകയാണ്. പാല് ഇട്ട് കൊടുത്ത് പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് അത് ഊറ്റി ആദ്യം ഹസ്ബൻഡിന് കൊടുത്തു. എന്നിട്ട് പിന്നെ ഞാനും സമാധാനമായിട്ട് അവിടെ ഇരുന്ന് കഴിച്ച് പിന്നെ ഞാൻ ആ ഒരു സംഭവം ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഉണ്ടാക്കി തുടങ്ങിയത് കേട്ടോ. കുട്ടികൾക്ക് കൊടുത്തയക്കാൻ വേണ്ടി അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അപ്പോഴൊന്നും കഴിയില്ലായിരുന്നു. അത് കുറച്ചധികം സമയം എടുത്ത് ഉണ്ടാക്കണം. ഇതുപോലെ വറുത്തിടണ ആ ഒരു പാത്രം പോലത്തിൽ അങ്ങനത്തേലെടുത്തിട്ട് ഉണ്ടാക്കണ്ട. ഇതുണ്ടാക്കി ഇതേ ഒരു ഭാഗം ആകുമ്പോൾ മറിച്ചിട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള സംഭവമാണ്, കഴിക്കാൻ നല്ല രസമായിരുന്നു ചമ്മന്തിയുടെ കൂടെ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങളും കുട്ടികളുടെ ടിഫിൻ ബോക്സ് റെഡിയാക്കലൊക്കെ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സിനിമ നെക്സ്റ്റ് വീഡിയോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.